ഹലോ, വെൽക്കം ടു FG ട്രേഡർ. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ സംഭവം മോർണിംഗ് തന്നെ ഞാൻ നല്ലൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് തന്നെ ഒരു CS അടിക്കാൻ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് പിന്നെ ഒരു ഫുൾ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എടുക്കുകയും ചെയ്തത് ഞാൻ. പക്ഷേ നിഫ്റ്റിയിൽ നോക്കിയിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസെക്സ് നമുക്ക് ഓപ്പൺ ആയതും 9:45 ഒക്കെ ശേഷമാണ് നമുക്ക് മാർക്കറ്റ് അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടാണ് അത് അപ്ഡേറ്റ് വരുള്ളൂ ചാർട്ട്. അപ്പോൾ സംഭവം ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ വന്നു. അതിന് ശേഷം വീണ്ടും ഡൗണിലേക്ക് പോയി വീണ്ടും കയറി വന്നപ്പോഴാണ് ഞാൻ ഓക്കെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ വിട്ട് ഇനി ചിലപ്പോൾ കിട്ടുകയായിരിക്കും ഈ മിനിയാന്ന് ഉണ്ടാക്കിയതിൻ്റെ പ്രീവിയസ് ഡേയിൽ ഉണ്ടാക്കിയതിൻ്റെ ഹൈ എങ്കിലും മിനിമം ടാർഗറ്റ് വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് CA എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ചങ്ങോട്ട് പോയി പിന്നെ ഒരു നല്ല താഴേക്ക് വന്നു. ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഞാൻ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി അതിനുശേഷം അവിടെ നിന്നാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എടുത്ത് അതിനുശേഷം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തീരുമാനമായി എക്സിറ്റ് ആവേണ്ട ടൈമായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഈ റേഞ്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ റേഞ്ചിൽ എക്സിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ അപ്പം തന്നെ ഒരു നോക്കി കറക്റ്റായിട്ടൊരു എൻട്രി ഡൗണിലേക്ക് അവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കുകയാണ് ചെയ്ത്. അവിടെ നിന്ന് എക്സിറ്റ് ആവലും എൻട്രി എടുക്കലും ഒരുമിച്ചാണ് ഇന്നുണ്ടായിരുന്നത്. കറക്റ്റ് എൻട്രി ഇവിടെ നിന്ന് എടുത്തു. നല്ല രീതിയിൽ 5 മിനിറ്റ് തന്നെ ഒറ്റയടിക്ക് ഡൗണിലേക്ക് വന്നു. നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു. ഞാൻ എടുത്തത് ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു സ്ട്രൈക്ക് പ്രൈസ് കണ്ടത് ഒരു ഏകദേശം 74,500 സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ മാറ്റിയിട്ട് ഒന്ന് കുറച്ചും കൂടി ലോട്ട് കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് അപ്പം തന്നെ ഒരു ചെറുതായിട്ടൊന്ന് എക്സിറ്റ് ആക്കി വിട്ടിട്ട് വരികയാണ് ചെയ്തത്. അതിന് ശേഷം ഞാൻ വീണ്ടും നല്ലൊരു ചെറിയ പ്രൈസിലുള്ള സാധനം ഏകദേശം ഈ 55 രൂപേൻ്റെ സാധനം തന്നെയാണ് വാങ്ങിച്ചത്. ഏകദേശം 50 രൂപ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത്. അതായത് 74,300 രൂപേൻ്റെ, അതായത് 200 രൂപേൻ്റെ ഡിഫറൻസിലുള്ള സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ എടുത്ത് വാങ്ങിച്ചത്. അത് ഞാൻ നല്ല രീതിയിൽ ലോട്ട് കൂട്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഏകദേശം 15K അടുത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 15 അടുത്ത് 15 അടുത്ത് ഏകദേശം എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 19K ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡിൽ എനിക്ക് ലോസാണ്. 4K എനിക്ക് ലോസാണ്. 4.1K എനിക്ക് ലോസാണ്. അതിനുശേഷം സെക്കൻഡ് ട്രേഡിൽ ഞാൻ എടുത്തു ഒരു 600 എനിക്ക് പ്രോഫിറ്റ് വന്നു. അതിനുശേഷം എൻ്റെ ഒരു 13-14K അടുത്തോളം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 14K അടുത്തോളം ഞാൻ ഈ ഒരു ട്രേഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തു. കറക്റ്റായിട്ട് അവിടെ നിന്ന് സ്ട്രൈക്ക് പ്രൈസ് മാറ്റി എടുത്തു. ഇവിടെ നിന്ന് എടുത്തു. കറക്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം നമുക്ക് തീരുമാനമാക്കി തന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് പോകുന്നു. ഏകദേശം 3x അടുത്തോളം പ്രോഫിറ്റ്, അതായത് 300% 200% റിട്ടേൺ എനിക്ക് സംഭവം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങിയത് ഏകദേശം 190% അടുത്തോളം എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തത്. ഏകദേശം ഞാൻ ഇവിടുന്ന് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. ഒരു 158 രൂപയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒറ്റയടിക്ക്. അത് സെക്കൻഡ് കൊണ്ടാണ് വന്നത്. ലാസ്റ്റ് ടൈമിലാണ് വന്നത്. ഫസ്റ്റ് ഒന്നും ഈ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വെച്ചിട്ടാണ് ഒറ്റ മൂവ്മെൻറ്റ് വന്നത്. ലാസ്റ്റ് 1 മിനിറ്റ് ഉണ്ടാകുന്ന ടൈമിൽ നല്ല രീതിയിൽ ഡൗൺഫോൾ വന്നു. നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ അതിനുശേഷം വീണ്ടും സൈഡ് വൈസ് കളിച്ചു. ഞാൻ ഈ നിഫ്റ്റി നോക്കിയിട്ടാണ് എടുത്തത്. ഇതെല്ലാം നമ്മുടെ സെൻസെക്സിലാണ് മൂവ്മെൻറ്റുകളിൽ ഉണ്ടാകുന്നത്, പ്രീമിയമൊക്കെ എഫക്റ്റ് ആവുന്നത്. ഞാൻ നിഫ്റ്റി നോക്കിയിട്ടാണ് ഈ സെൻസെക്സ് ഞാൻ എടുത്തത്. അപ്പോൾ സെൻസെക്സ് അതിന് ശേഷമാണ് ഈ എൻട്രി കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് വരുന്നത് ചാർട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള കാരണം അപ്പോൾ ഞാൻ ഫുള്ള് നിഫ്റ്റി നോക്കിയിട്ടാണ്, ബാങ്ക് നിഫ്റ്റിയും നോക്കിയിട്ടാണ് ഞാൻ മൊത്തം പ്ലാൻ ആക്കിയത്. അപ്പോൾ ട്രേഡ് എടുത്തതും ട്രേഡ് പ്ലാനിങ്ങും ഒക്കെ അങ്ങനെയാണ് എടുത്തത്. കറക്റ്റായിട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ട്. നല്ല രീതിയിൽ മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഡൗണിലേക്കാണ് വരുന്നത്. ഡൗണിലേക്ക് വരുന്നത് ഏകദേശം ഇവിടുന്ന് വന്നു. ഏകദേശം വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഒരു എൻട്രി എടുത്ത് കിട്ടിയതാണെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഏകദേശം 10K യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ വരുമ്പോഴേക്കും നമുക്കതൊരു 2 lakhs ആയിട്ടുണ്ടാവും. 10K വെറും 10K കൊണ്ട് എടുത്ത ഒരു 2 lakhs പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അത്രയും വേണ്ട. ഈ ഒരു റേഞ്ചിൽ എടുത്ത് ഇറങ്ങി തന്നെ
2 lakhs പ്രോഫിറ്റാണ്. അതായത് ഇവിടെ ഉണ്ടാകുമ്പോൾ ഏകദേശം 20 റുപ്പീസ് ഉള്ളൂ. ഞാൻ എടുത്ത സ്ട്രൈക്ക് പ്രൈസ് 50 രൂപയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് വീണ്ടും അപ്പിലോട്ട് പോയി ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ അത് ഏകദേശം ഇവിടെ എത്തുമ്പോൾ 158, 160 ആ റേഞ്ചിൽ വന്നു. അത് ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ അത് കണ്ടു 20 രൂപയിലേക്ക് മാറി. അതാണ് എക്സ്പീരിയയിൽ കളിയിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയയിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. അപ്പോൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ 20 റുപ്പീസിൻ്റെ അടുത്തായി. ഏകദേശം 20 റുപ്പീസിന് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയതാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ 400 റുപ്പീസിൻ്റെ മേലെയായി. അപ്പോൾ ആലോചിച്ച് നോക്കാം, 20 റുപ്പീസിന് വെറും 1000 യൂസ് ചെയ്താണെങ്കിൽ കൂടെ നമുക്കതൊരു 20K ആയിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു. അത്രയും നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒറ്റ 5 മിനിറ്റിൽ സെക്കൻഡ് കൊണ്ട് മാറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് ശേഷം ഒരു സിയുടെ ഒരു അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ഒരു എൻട്രത്തിൽ ഏകദേശം ഉണ്ടോ ഒരു 215 എടുത്ത് ഏകദേശം കറക്റ്റായിട്ട് 2x മേലെ പ്രോഫിറ്റ് എടുത്തു. 25K പ്രോഫിറ്റ് എടുത്തു ഇറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ചെറിയൊരു ലോട്ടിൽ ഞാൻ ഒരു 3-4 ലോട്ടിൽ വീണ്ടും ഒരു പുട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ഞാൻ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ ലോട്ടിൽ തന്നെയാണ് എടുത്തത്. അത് ഞാൻ മൂവ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനത് നോക്കുന്നത് തന്നെ. എനിക്ക് ഈ മൂവ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മാർക്കറ്റിൽ പിന്നെ വരുന്നത്. അപ്പോഴേക്കും വരുമ്പോഴേക്കൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയി കിടക്കണം. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു എൻട്രി ഈ ഒരു റേഞ്ചിൽ എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് അത് ചെറിയ ലോട്ട് തന്നെ എടുത്തത്. അതുകൊണ്ട് ആ ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അതിന് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ചെറിയൊരു മൂവ്മെൻറ്റിന് വന്നിട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച് ഏകദേശം ഇതുവരെയൊക്കെ വരുന്ന വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് റിവേഴ്സൽ കണ്ടപ്പോൾ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റായി പോവുകയാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് ഒരു നല്ല രീതിയിൽ അപ് ട്രെൻഡിൻ്റെ ഒരു സിഗ്നൽ ഇവിടുന്ന് ഈ ക്യാൻഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ആ 1000 സംതിങ്ങിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ട്രേഡ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത്. എന്തായാലും ഈ 2 ദിവസമായിട്ട് എനിക്ക് ലോസ് ആയിരുന്നു. 5K അടുത്തൊക്കെ ലോസ് ആയിരുന്നു. അതൊരു അതിന് ശേഷം പിന്നെ തിരക്കുമായപ്പോൾ വീഡിയോ ഇടാനും പറ്റിയില്ല. അപ്പം നമ്മളെപ്പോഴും ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും വീഡിയോ ഇടുന്നതാണ്. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് ഫുൾ തിരക്കായതുകൊണ്ട് എൻട്രി എടുത്തതേ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കറക്റ്റ് മൈൻഡ് സെറ്റിലുള്ള അല്ലാത്തൊരു എൻട്രി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അതെല്ലാം റിക്കവറായി കറക്റ്റായിട്ട് ഏകദേശം ലോസിനെക്കാട്ടും അതായത് 1:3 അല്ലെങ്കിൽ 1:2 റേഷ്യോയിൽ എനിക്ക് പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റി എനിക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു എൻട്രിയൊക്കെ തന്നെ ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് 15 രൂപ സ്റ്റോപ്പ് ലോസും 75 രൂപയാണ്. അപ്പോൾ 1:5 ആ റേഞ്ചൊക്കെ ടാർഗറ്റാണ് ഒറ്റടിക്ക് കിട്ടുക. പക്ഷേ നമുക്ക് നമ്മളും വിചാരിച്ചില്ല ഒറ്റടിക്ക് വരുന്നെന്ന് എപ്പോഴും വിചാരിക്കുന്നതല്ല. പക്ഷെ എന്താണ് ആ ഒരു കറക്റ്റ് എൻട്രി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് നമുക്ക് എവിടെ വേണമെങ്കിൽ ആവാം. അതാണ് നമ്മുടെ ഒരു ട്രേഡിങ്ങിലൊരു ഗുണം എന്ന് പറയുന്നത്. എൻട്രി കറക്റ്റ് ആവണം. എൻട്രി മസ്റ്റായിട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ലോസും വരാൻ ചാൻസ് ഇല്ല. എൻട്രി കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് ചെറിയ ലോസ് ആയാലും കാര്യമില്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ വലിയ ലോസ് വരാൻ പറ്റില്ല. ഇത് വലിയ ലോസ് ഒരിക്കലും വരില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വിഡ്രോവും ചെയ്തിട്ടുണ്ട്. ഏകദേശം 27K തന്നെയാണ് ഞാൻ ക്യാപിറ്റൽ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 16K ഞാൻ വിഡ്രോ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നൈസായിട്ട് കഴിഞ്ഞു. വിഡ്രോ ചെയ്തു, പ്രോഫിറ്റ് എടുക്കുക, എൻജോയ് ചെയ്യാത്തേ ഉള്ളൂ. വേറൊരു ഇതിലില്ല. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം. ഏകദേശം നമുക്ക് നാളെ ഇല്ല, ഇനി നമുക്ക് മൺഡേ കാണാം. മൺഡേ നമുക്ക് ട്രേഡ് കാണാം. മൺഡേ പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈവിൽ വരാം. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈവ് സെറ്റാക്കാം. താങ്ക് യു.